സംഘങ്ങളുണ്ടായിരുന്നു. ആ സംഘം കപ്പട്ടാത്തോ പേശാത്തോ അല്ലെങ്കിൽ തൊഴിൽ നൽകുക, ചെറുകിട വ്യാപാരം നടത്തുക, ഇങ്ങനെ രാജ്യത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, ചെറുകിട വ്യാപാരം തുടങ്ങാൻ, വൻകിട വ്യാപാരങ്ങൾ തുടങ്ങാൻ, അങ്ങനെ രാജ്യത്തെ ജനങ്ങൾക്ക് വികസനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന പഞ്ചവത്സര പദ്ധതികളായിരുന്നു ഒരു കാലഘട്ടത്തില് ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ കയ്യിൽ അധികാരം വന്നതോടെ, സംഘപരിവാറിന്റെ കൈകളിൽ അധികാരം വന്നതോടെ അവരുടെ കൈകളിലുള്ള വർഗീയത മാത്രമാണ്. വർഗീയതയാണ് അവരുടെ ശരീരത്തെ മുഴുവൻ. അതുകൊണ്ട് വർഗീയത എന്നോ ഒറ്റ വിളത്തോട്ടം, ഒറ്റ വിളത്തോട്ടം. മൂന്നാറിൽ ഒറ്റ വിളത്തോട്ടമാണ്. മൂന്നാറിൽ അവിടെ ആകെ കൂടി തേയില കൃഷി മാത്രമേ ഉള്ളൂ എന്നതുപോലെ സംഘപരിവാറിന്റെ കൈകളിലുള്ളത് ഒറ്റ വിളത്തോട്ടമാണ്, ഒറ്റ വിള കൃഷിയാണ്. അത് വർഗീയ കൃഷിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് 2 കലാപങ്ങൾ, മഹാരാഷ്ട്രയിൽ 3 കലാപങ്ങൾ, മധ്യപ്രദേശ് 4 കലാപങ്ങൾ, അങ്ങനെ ഗുജറാത്ത് 2 കലാപങ്ങൾ, ഉത്തരാഖണ്ഡിൽ 2 കലാപങ്ങൾ, അവിടെ ആ സ്റ്റേറ്റ് 3 കലാപം, ഈ സ്റ്റേറ്റ് 4 കലാപങ്ങൾ. ഇങ്ങനെ കലാപങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾക്കെതിരെ കൊലപാതകം, ഇവിടെ ക്രിസ്ത്യാനികളെ ആക്രമിക്കാം, അവിടെ കമ്മ്യൂണിസ്റ്റുകളെ ആക്രമിക്കാം, ഇപ്പോഴത്തെ ദളിതുകളെ ആക്രമിക്കാം. ഇങ്ങനെ ദളിത് വിരുദ്ധ കൊലപാതകങ്ങൾ, മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ, ക്രിസ്ത്യൻ മത കലാപങ്ങൾ, ഇതൊക്കെയാണ് സംഘപരിവാറിന്റെ കലാപരിപാടികൾ. സംഘപരിവാറിനെ സംബന്ധിച്ചോളം കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ കലാപങ്ങൾ ഉണ്ടാക്കലാണ്. അങ്ങനെ മുസ്ലിം വിരുദ്ധ കലാപം ഒരു സ്ഥലത്ത് ഉണ്ടാക്കുക, ക്രിസ്ത്യൻ വിരുദ്ധ കലാപം മറുപക്ഷത്ത് ഉണ്ടാക്കുക, കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ വേറെ കലാപം ഉണ്ടാക്കുക, ദളിത് ജനവിഭാഗങ്ങൾക്ക് കലാപങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതൊരു കലാപരിപാടിയെ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ മറവിലും ചെലവിലും അധികാരം വരുന്ന സംഘപരിവാർ ശക്തികൾ. പ്രിയമുള്ളവരെ, ആ കലാപരിപാടികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാർ ചെയ്തുകൊണ്ട് കാസർഗോഡ് റിയാസ് മൗലവിയെ വധിക്കാൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത്, അങ്ങനെ വധിക്കാൻ ശ്രമിച്ച സംഘപരിവാർ RSSകാർക്കെതിരിൽ ഈ കേരളത്തിലെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? എന്ത് FIR ആണ് ഇട്ടത്? ആ പ്രതികൾക്കൊക്കെ സ്വൈര്യമായി പുറത്തു വരാൻ, ജാമ്യമെടുക്കാൻ, അങ്ങനെ കുറ്റം തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർക്കെല്ലാം പുറത്ത് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലാണ് പ്രിയമുള്ളവരെ FIR ഇട്ടത്. ഇത് പറയും ഏതോ ഒരു സംഭവത്തെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. അങ്ങ് കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ലയിലെ ഒരു കൊടിഞ്ഞി ഫൈസൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മതം വിശ്വസിക്കുക, മതം ഒഴിവാക്കുക എന്നൊക്കെ മനുഷ്യനെ ഈ രാജ്യത്തെ ഭരണഘടന നൽകിയ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. പ്രിയമുള്ളവരെ, ആ മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഫൈസൽ എന്ന വ്യക്തിയെ വെട്ടിക്കൊലയുകയാണ്, അരികൊല ചെയ്യുകയാണ്. കൊന്നവനാര? നാരായണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ. നേരത്തെ തന്നെ യാസിർ എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ച ചെറുപ്പക്കാരെ കൊന്ന ടീമാണ്. അപ്പൊ നേരത്തെ ഒരു കൊലപാതകം നടത്തി, വീണ്ടും കൊലപാതകം നടത്തി. പക്ഷേ ഇത്ര കൊലപാതകൾക്കൊന്നും പ്രിയമുള്ളവരെ UAPA ചുമത്തുന്നില്ല. അവർക്കെതിരെ കൃത്യമായി ക്രിമിനൽ കേസിലൂടെ ശിക്ഷകൾ ചാർത്താൻ കഴിയുന്നില്ല. അവർക്കൊക്കെ ഊരിപ്പോരാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള സംവിധാനങ്ങൾ, നിയമങ്ങളുമാണ് നമ്മൾ പോലീസ് വകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇത് ഒന്നോ രണ്ടോ കേസ് മാത്രമല്ല, ഒരുപാട് കേസുകളിൽ സംഘപരിവാർ UAPA എന്ന പേരിൽ ഈ രാജ്യത്തെ ഭീകര വിരുദ്ധ നിയമപ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്ന UAPA നിയമമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ഓർക്കണം, ഈ കേരളത്തിലെ മണ്ണിൽ UAPA ചുമത്തിയത് ആർക്കെതിരാണ്? നിങ്ങൾക്കറിയുമോ? സംഘപരിവാറിനെതിരെ എത്ര UAPA ചുമത്തിയിട്ടുണ്ട്? എത്ര RSSകാർക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ UAPA ചുമത്തിയിട്ടുണ്ട്? ടാഡ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇത്തരത്തിലുള്ള NIA കേസുകൾ എത്ര RSSകാർ പ്രതികളായിട്ടുണ്ട്? ഞാൻ പറയുന്നത്, RSSകാർക്ക് അല്ലെങ്കിൽ CPMകാർക്ക് ഇവർക്കൊന്നും UAPA ബാധകമല്ല. ഇവർക്കൊന്നും ഏതെങ്കിലും NIA കേസുകൾ വരുന്നില്ല, ED സംവിധാനം വരുന്നില്ല. അഥവാ സംഘപരിവാർ കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ അരികവൽക്കരിക്കാനും ഭീകരവൽക്കരിക്കാനും ഉപയോഗിക്കുന്നത്, അത് ഈ കേരളത്തിൽ നടപ്പിലാക്കി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി UAPA എത്രയോ മുസ്ലിങ്ങൾക്കെതിരെ ചുമത്തിയെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ തൊട്ടപ്പുറത്ത പ്രദേശമല്ലേ പാനായിക്കുളം. എത്രയോ പ്രദേശങ്ങളിൽ സാക്ഷാൽ മഹദരി ഉൾപ്പെടെ, അതിൽ മഹദരിയുടെ ഭാര്യ സൂഫിയ മഹദരി ഉൾപ്പെടെ എത്രയോ കേസുകൾ. കളമശ്ശേരി ബസ് കത്തിക്കലുണ്ട്. കളമശ്ശേരി 2 തരം കളമശ്ശേരി ഉണ്ട്. ഒന്നാം കളമശ്ശേരി, രണ്ടാം കളമശ്ശേരി. ഒന്നാം കളമശ്ശേരിയിൽ അവരുടെ ബസ് കത്തിക്കുന്നുണ്ട്. അബ്ദുൽ നാസർ മഹദിരിയെ അറസ്റ്റ് ചെയ്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ ഒരു ബസ് കത്തിച്ചു. ബസ് കത്തിക്കൽ ഞങ്ങൾ പറയുന്നത്, ആ ബസ് കത്തിച്ചതുൾപ്പെടെയുള്ള ഏത് നിയമലംഘനത്തിനും എതിർ നിൽക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമി. പക്ഷേ ഒന്നാമത്തെ ബസ് കത്തിച്ച സന്ദർഭത്തിൽ ഒരു മനുഷ്യന് വധിക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള മുഴുവൻ യാത്രക്കാരെ ഇറക്കി നിർത്തിയിട്ടാണ് ആ ബസ് കത്തിച്ചത്. അതേ സമയത്ത് ആ ബസ് കത്തിച്ച സംഭവത്തെ ബസ് കത്തൽ, കളമശ്ശേരി ബസ് കത്തൽ മഹാമഹം
കളമശ്ശേരി ബസ് കത്തൽ മഹാമഹം അതിന്നും ലോകത്ത് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും മരിച്ചിട്ടില്ല. അതിന് പിന്നാലെ എത്രയോ കേസുകൾ, എത്രയോ അന്വേഷണങ്ങൾ, അതിന്റെ പേരിൽ എത്രയോ ആളുകൾ, സൂഫിയമായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചവരെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുത്തു. അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പോൾ കളമശ്ശേരിയിൽ ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സ്ഫോടനമായിരുന്നു. 8ഓളം മനുഷ്യർ അതിന് മരിച്ചു വീണു. 8ഓളം മനുഷ്യർ മരിച്ചു വീണ കളമശ്ശേരി ബോംബ് സ്ഫോടനം ആരാധനയുടെ പിന്നിൽ ഒരുപക്ഷെ കേട്ട പാതി കേൾക്കാത്ത പാതി കാളപ്പറ്റു എന്നറിഞ്ഞപ്പോൾ കയറെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പോലീസും എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് പെരുമ്പാവൂരും ആലുവയും ചെന്നുകൊണ്ട് മുസ്ലിം നാമധാരികളായ ഒറ്റപ്പെട്ട ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്ന് നിർത്തി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി. കേരളത്തിലെ മാധ്യമങ്ങളും മീഡിയകളും എല്ലാം അത് ആഘോഷിക്കാനും ഉത്സവം പോലെ ആഘോഷിക്കാനും ആസ്വദിക്കാനും തുടങ്ങി. അത് ഹമാസിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ഫലസ്തീനിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഹമാസിനെ അനുകൂലിക്കുന്നവരാണ് ഈ ബോംബ് സ്ഫോടന പിന്നിൽ എന്ന് വരെ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ പ്രചരണം നടത്തി. പക്ഷേ അതിന് യഥാർത്ഥ പ്രതി സ്വന്തം നിലയിൽ തന്നെ കുറ്റം ഏറ്റുവാങ്ങി. അത് ചെയ്തത് ഡൊമനിക് മാർട്ടിൻ ഡൊമനിക് എന്ന പേരിലുള്ള വ്യക്തി, ഒരു ക്രിസംഗിയാണ് ആ തെറ്റ് ചെയ്തത്. അതോടുകൂടി പ്രിയമുള്ളവരെ ചാനലുകളിൽ കണ്ണ് ചിമ്മി. പിന്നെ ചർച്ചകളില്ല, പിന്നെ പോലീസിന് ഇടപെടലുകളില്ല. പ്രിയമുള്ളവരെ, ആ കേസിൽ പ്രതികളായ ആളുകൾ ആരാണെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ആ ചെയ്ത വ്യക്തികൾ UAPA ഉണ്ടോ? UAPA ഇല്ല. ഞാൻ പറഞ്ഞ UAPA മുതൽ ഉൾപ്പെടെയുള്ള കേസുകൾക്കൊന്നും ഇത്തരം കേസുകൾക്കൊന്നും ബാധകമല്ല. ഈ രൂപത്തിൽ ഒന്നിനു പിറകിൽ ഒന്നായിട്ട് ഈ കേരളത്തിന്റെ പോലീസ് വകുപ്പ് പോലും ആരുടെ കൈകളിലാണ്? കഴിഞ്ഞ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ DGP സംവിധാനം, ADGP സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ ആരുടെ കൈകളിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? സാക്ഷാൽ PV അൻവർ പൊട്ടിച്ച് അല്ലെങ്കിൽ പുറത്തേക്കിട്ട കുറെ പാമ്പുകളുണ്ട്. അതിനൊന്നും ഉത്തരം പറയാൻ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല, ഗോവിന്ദ മാഷ്ക്ക് സാധിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അൻവർ പറഞ്ഞത് കൃത്യമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ, കേരളത്തിലെ DGPമാർ, ADGPമാർ, SP മാർ, പോലീസ് സംവിധാനങ്ങൾ പൂർണ്ണമായും RSSന് തീരെഴുതി കൊടുത്തിരിക്കുന്നു. RSSന് ശാഖകൾ നടക്കുന്നത് ഇതുവരെയും പ്രിയമുള്ളവരെ ഏതെങ്കിലും കടപ്പുറത്തായിരുന്നു, അമ്പലപ്പുറങ്ങളിലായിരുന്നു. ഇപ്പോൾ RSSന് ശാഖകൾ നടക്കുന്നത് DGPയുടെ ഓഫീസിലേക്ക് മാറുന്നു. ADGPയുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഘപരിവാറിന്റെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന വലിയ സത്യമാണ് അദ്ദേഹം കേരളീയ സമൂഹത്തോട് തുറന്നു പറഞ്ഞത്. ഒരിക്കലും ഒരു ഉത്തരം പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല. കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ DGPക്കാർ, ഇന്നത്തെ DGP, ഇന്നത്തെ BJP, ഇന്നത്തെ DGP, ഇന്നത്തെ BJP, ഇന്നലെ വരെയും സർക്കാർ വേഷത്തിൽ DGP, ADGP വേഷത്തിൽ നിന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കുക. എന്നിട്ട് ഏതോർത്ഥത്തിൽ റിട്ടയർ ചെയ്യുമ്പോൾ സർക്കാർ ഓഫീസിൽ നിന്നും കാവി ഡ്രസ് മാറ്റിക്കൊണ്ട് RSSന്റെ ഓഫീസിൽ പോയി കാവി കോളകം ധരിച്ചുകൊണ്ട് ഇന്നത്തെ DGP, ഇന്നത്തെ DGP, ഇന്നത്തെ BJP എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഉന്നത പോലീസുകാരെല്ലാവരും സംഘപരിവാർ ശാഖയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. IPS നിലനിന്ന ശ്രീലേഖ മുതൽ സാക്ഷാൽ രമൺശ്രീ, സാക്ഷാൽ ഇവിടുത്തെ ജേക്കബ് തോമസ് മുതൽ SP ഉണ്ണിരാജ മുതൽ അതേപോലെ തന്നെ നേരത്തെ ഇവിടുന്ന് പുറത്തിറങ്ങിയ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവിടുത്തെ DGPമാരാ, ADGPമാരാ. എന്നിട്ട് ഇവരെല്ലാം നേരെ പോകുന്നത് RSSന്റെ BJPയുടെ ശാഖയിലേക്കാണ്. അങ്ങനെയുള്ളവർ കേരളത്തിൽ പിന്നീട് BJPയുടെ നേതൃനിരയിലേക്ക് വരുന്നു. ഇപ്പോൾ തന്നെ കേരളത്തിൽ ADGP ഇപ്പോൾ കേരളത്തിന്റെ പോലീസ് സംവിധാനം നിയന്ത്രിക്കുന്ന വ്യക്തി, ആ നിയന്ത്രിക്കുന്ന വ്യക്തി ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? സാക്ഷാൽ തൃശ്ശൂരിൽ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ആദ്യമായി സംഘപരിവാറിന് അനുകൂലമായി ഒരു MP-യെ തൃശ്ശൂർ ഉൽപ്പാദിപ്പിച്ച് തൃശ്ശൂർ വിജയിപ്പിച്ചു കൊടുത്തു. ആരുടെ സഹായം കൊണ്ട്? പൂരം കലക്കി. ആരാ പൂരം കലക്കിയത്? കേരളം കലക്കും, മലമ്പുഴ കലക്കും, പെരിയാർ കലക്കും, അഷ്ടമുടിക്കായൽ കലക്കും, വേമ്പനാട്ടുകായൽ കലക്കും. ഈ നാടിന്റെ മണ്ണും വിണ്ണും എല്ലാം എൻഡോസൾഫാൻ വർഗീയത, എൻഡോസൾഫാൻ കൊണ്ട് കലക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് വേണ്ടി തൃശ്ശൂർ കലക്കി കൊടുത്തു എന്ന് അവിടുത്തെ സാക്ഷാൽ CPIയുടെ മത്സരിച്ച് തോറ്റുപോയ സാക്ഷാൽ അവിടുത്തെ സുനിൽ കുമാർ എന്ന് പറയുന്ന CPI നേതാവ് പറയുകയാണ്. CPI നേതാവ് പോലും പറഞ്ഞു അവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ADGP കളിച്ചു എന്ന്. പൂരം കലക്കി കൊടുത്തു. അങ്ങനെ ജനങ്ങളുടെ മനസ്സുകളിൽ ഈ അർത്ഥത്തിൽ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി ADGP ശ്രമിച്ചു എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഭരിക്കുന്ന ADGP, പോലീസ് നേതൃത്വം നൽകുന്ന വ്യക്തി RSS
RSSന്റെ വലിയ വലിയ നേതാക്കന്മാരുമായിട്ട് റാം മാധവനെ പോലുള്ള, ദത്താത്രേയ ഹൊസബുള്ളയെ പോലുള്ള സംഘപരിവാറിന്റെ വലിയ വലിയ പൊളിറ്റിക്കൽ എഞ്ചിനീയർമാരുമായിട്ട് മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തുന്നു. ഇത് ഈ കേരളീയ സമൂഹത്തിന് അറിയണ്ടേ? എന്തിനാണ് RSSന്റെ വലിയ വലിയ പ്രമുഖരുമായിട്ട് കേരളത്തിലെ ADGP ചർച്ച ചെയ്യുന്നത്? അങ്ങ് വയനാട്ടിൽ ഒരു ദുരന്ത ഭൂമിയിൽ പോലും അവിടുത്തെ ഏതൊക്കെ സേവന പ്രവർത്തനങ്ങൾക്ക്, സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, പക്ഷമില്ലെന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയും ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ വർഗീയ വിഷജന്തുവായ സാക്ഷാൽ വത്സൻ തില്ലങ്കേരിയുമായിട്ട് മണിക്കൂറുകളോളം ADGP ചർച്ച ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, ഇവിടുത്തെ ADGPമാര്, DGPമാര്, പോലീസ് മേധാവികൾ ഇവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? സംഘപരിവാറിനെ അങ്ങനെ തുറന്നു വിടുന്നത് എന്തുകൊണ്ടാണ്? സംഘപരിവാർ അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം, പോലീസ് അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നതിനുള്ളിലെ പ്രചോദനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിണറായി വിജയൻ EDയെ പഠിക്കുകയാണോ? പിണറായി വിജയൻ പഴയ ലാവലിംഗ് കേസിന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ഭയം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടോ? ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞ പിണറായി വിജയൻ ഒരു കാലഘട്ടത്തിൽ ബ്രണ്ണൻ കോളേജിൽ സംഘപരിവാറിന്റെ ഊരിപ്പിടിച്ച് വാളിന് മുമ്പിൽ നെഞ്ചു നിവർത്തി നടന്നുപോയി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ യുവത്വ കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ ഊരിപ്പിടിച്ച കത്തികൾക്ക് മുമ്പിലൂടെ ധീരമായി നടന്നു എന്ന് പറയുന്ന ഇരട്ടച്ചങ്കരായ പിണറായി വിജയൻ ഇപ്പോൾ ഭീരുച്ചങ്കരായി മാറിയിട്ട് സംഘപരിവാറിന് മുമ്പിൽ വൃദ്ധജീവിതം, ജീവിത സായാഹ്നത്തിൽ സംഘപരിവാറിന് മുമ്പിൽ പേടിച്ച് വിറച്ച് മുട്ടുപറിച്ച് മുത്തുമൊഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളമുള്ളത് എന്ന് പ്രിയമുള്ള സഖാക്കളെ നിങ്ങൾ അറിയണം. നിങ്ങൾ അറിയേണ്ടതുണ്ട്. നിരന്തരമായിട്ട് ഇപ്പോൾ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് സഖാ പിണറായി വിജയൻ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ DGP പോസ്റ്റിൽ കൊണ്ടുവന്ന ബെഹ്റ ആരാണ്? ബെഹ്റ എവിടെ നിന്ന് വന്നു? ബെഹ്റയെ കൊണ്ടുവന്ന പ്രചോദകം എന്താണ്? ഗുജറാത്തിന്റെ ബെഹ്റ വരുന്നത്. ബെഹ്റ അവിടെ ആർക്കു വേണ്ടി വർക്ക് ചെയ്തെന്നറിയോ? അമിത്ഷായുടെ വലങ്കയായി വർക്ക് ചെയ്ത വ്യക്തിയാണ് ബെഹ്റ. ആ ബെഹ്റയാണ് കേരളത്തിലെ DGP ആയിട്ട് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ സാക്ഷാൽ സ്റ്റാലിൻ അവിടുത്തെ DGP കൊണ്ടുവന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം, സാക്ഷാൽ കുന്തുസ്വാമി എന്ന് പറഞ്ഞ ശക്തനായ സംഘവിരോധിയാണ്. ശക്തമായ സംഘവിരോധമുള്ള കുന്തുസ്വാമിയാണ് തമിഴ്നാട്ടിൽ DGP ആയിട്ട് കൊണ്ടുവരുന്നത്. കേരളത്തിൽ സാക്ഷാൽ ബെഹ്റയെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അഡ്വൈസറെ കൊണ്ടുവരുന്നത്, ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് വകുപ്പിന് അഡ്വൈസറെ കൊണ്ടുവരുന്നത് രമൺ ശ്രീവാസ്തവയാണ്. ഞാൻ പറഞ്ഞത് ഇത് ഒന്നോ രണ്ടോ മൂന്നോ കേസല്ല. ഒരറ്റം മുതൽ മറ്റൊരറ്റം പിടിച്ചാൽ എല്ലാ വിഷയത്തിലും സംഘപരിവാർ അനുകൂലമായി. നിങ്ങൾ തൃപ്പൂണിത്തറക്കാരല്ലേ? തൃപ്പൂണിത്തറ മണ്ഡലക്കാരാണല്ലോ നമ്മളെല്ലാവരും. നിങ്ങൾ ആലോചിച്ച്, ഇവിടെ ഒരു ഇടിമുറി ഉണ്ടായില്ലേ? സാക്ഷാൽ വിപ്ലവ സഖാവായ സ്വരാജൊക്കെ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ തൃപ്പൂണിത്തറയിൽ ഒരു യോഗ സെന്റർ ഉണ്ടായിരുന്നു. ഏതോ ഇസ്ലാമിലേക്ക് മതം മാറി വന്ന പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ആലയത്തിൽ കിടത്തിയിട്ട് അടിച്ചും ഇടിച്ചും പീഡിപ്പിച്ചും വീണ്ടും സ്വന്തം മതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഇടിമുറി, ഒരു അടിമുറി, ഒരു അക്രമമുറി, അത് പിടിച്ചിട്ട് അതിൽ കൊണ്ടുപോയി ഒരുപാട് പെൺകുട്ടികളെ ഇട്ടു. പ്രിയമുള്ളവരെ, എന്നിട്ട് അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ നിയമപരമായി കൈകാര്യം ചെയ്തോ? ചോദിച്ചു പറഞ്ഞാൽ അത് അടച്ചുപൂട്ടലല്ലോ. 10-60ഓളം പെൺകുട്ടികൾ, 60ഓളം പെൺകുട്ടികൾ പീഡിപ്പിച്ച പീഡനാലയമായിരുന്നു, ആക്രമിച്ച സ്ഥലമായിരുന്നു. അക്രമികൾ ആരാണെന്ന് കേരളത്തിന് അറിയാൻ കഴിഞ്ഞോ? അക്രമിച്ചവർ പിടിക്കാൻ കഴിഞ്ഞോ? വല്ല കേസ് ചെയ്യാൻ കഴിഞ്ഞോ? ഈ രൂപത്തിൽ സംഘപരിവാർ ചെയ്യുന്ന തിന്മകളെ ഏതോർത്ഥത്തിൽ നിശബ്ദമായിട്ട് പിന്തുണയ്ക്കുന്നൊരവസ്ഥ ഇടതുപക്ഷം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഈ അർത്ഥത്തിൽ സംഘപരിവാറും ക്രിസംഖ്യകളും ഈ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വലിയ ശ്രമം നടത്തുമ്പോൾ ഏതൊക്കെ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. ഇവിടെ ഏതോർത്ഥത്തിൽ കേരളത്തിൽ ക്രിസംഖ്യ ധാരകൾ വലിയ ക്രിസ്ത്യൻ സമൂഹത്തെ പോലും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് സംഘപരിവാരെ കൊട്ടേഷൻ വർക്ക് ചെയ്യാൻ, സംഘപരിവാരുടെ കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന ക്രിസംഖ്യ ധാരകൾക്ക് അവർ ലവ് ജിഹാദ് എന്ന പേരിൽ പച്ചക്കള്ളം ഒരു നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എത്ര കാലമായി ഈ പത്രമാധ്യമങ്ങളുടെ നിരന്തരമായിട്ട് ഈ ലവ് ജിഹാദിനെ പറ്റി പറയുന്നു. അങ്ങനെ ലവ് ജിഹാദ് ഒന്നും ഉണ്ടോ? പ്രിയമുള്ളവരെ? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അത് ഈ രാജ്യത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? സാക്ഷാൽ NIA എന്ന സംഘപരിവാർ ശാഖ നോക്കി പരിശോധിച്ചു പറഞ്ഞു, അങ്ങനെ ലവ് ജിഹാദ് എന്നുള്ള സാധനമില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രാലയം പറഞ്ഞു. ഇങ്ങനെ ഈ രാജ്യത്തിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുതൽ, കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ, കേരളത്തിലെ ഹൈക്കോടതി മുതൽ, സാക്ഷാൽ സുപ്രീം കോടതി മുതൽ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ നിയമ സംവിധാനങ്ങളും ഇങ്ങനെ ഒരു ലവ് ജിഹാദ് ഇല്ല, അത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ടും ഈ കേരളത്തിന്റെ മണ്ണിൽ സംഖ്യകളും ക്രിസംഖ്യകളും കൂടിച്ചേർന്നുകൊണ്ട് പ്രിയം ലവ് ജിഹാദ് എന്ന പേര് പിന്നീട് അവിടുന്ന് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ, മുസ്ലിം
മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അത് വിദ്യാഭ്യാസ ജിഹാദായി, അവർക്ക് മാർക്ക് വാങ്ങിയാൽ അത് മാർക്ക് ജിഹാദായി, അവർ കുട്ടികളെ റാങ്ക് കിട്ടിയാൽ അത് റാങ്ക് ജിഹാദായി, അവർ ഡോക്ടറായാൽ ഡോക്ടർ ജിഹാദായി, ഹോസ്പിറ്റൽ നടത്തിയാൽ ഹോസ്പിറ്റൽ ജിഹാദായി, ബിസിനസ് തുടങ്ങിയാൽ ബിസിനസ് ജിഹാദായി, ഇങ്ങനെ മുസ്ലിങ്ങൾ ഹോട്ടൽ തുടങ്ങിയാൽ ഹോട്ടൽ ജിഹാദായി. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുവാൻ വളരെ ബോധപൂർവമായി സംഘികളും ക്രിസംഘികളും ചേർന്നുകൊണ്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് ശ്രമിച്ചപ്പോൾ ഇവിടെ ആരുണ്ട്? ഇവിടെ പോലീസുണ്ടോ? അത്തരം ആളുകളെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കുന്നുണ്ടോ? അതിനൊരു 123 ഇല്ല, അവർക്ക് UAPA ഇല്ല. പിന്നീട് എത്രയെല്ലാം ജിഹാദികളുള്ളൂ. നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ ഒരു ക്രിസംഗി അച്ഛൻ വളരെ പച്ചയായിട്ട് ഈ നാട്ടിൽ പ്രസംഗിച്ചില്ലേ? എന്താ പ്രസംഗത്തിന്റെ അർത്ഥം? മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ പെൺകുട്ടികൾക്ക് പ്രിയമുള്ളവരെ ലഹരി കൊടുത്തിട്ട്, ആലോചിക്കുക, നാർക്കോട്ടിക് കൊടുത്തു, ലഹരി കൊടുത്തിട്ട്, MDMA കഞ്ചാവും കൊടുത്തിട്ട് മതം മാറ്റുന്നു എന്ന് പറഞ്ഞ് എന്ത് വൃത്തികേടുകളും മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ പറ്റുന്ന അവസ്ഥ ഈ കേരളത്തിലെ മണ്ണിൽ ഉണ്ടാക്കിയില്ലേ? ഇത് കേരളത്തിലെ ഗവൺമെന്റ്, ആഭ്യന്തര മന്ത്രാലയം ഇതിനെതിരെ കൃത്യമായി പ്രതിഷേധിച്ചോ? ഇത്തരം ആളുകൾക്ക് നിയമ നടപടി എടുത്തോ? ഇന്ന് കേരളത്തിലെ പൊതുമണ്ഡലത്തെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി ഒരു ഡസൻ ചാനലുകളാണ് വർഗീയത സെപ്റ്റിക് ടാങ്കുകൾ. സാക്ഷാൽ മറുനാടൻ സാജൻ മുതൽ അങ്ങനെ സാമുവൽ മുതൽ കർമ്മ ന്യൂസ് മുതൽ നാരദ ന്യൂസ് ഉൾപ്പെടെയുള്ള ഒരു സംഘം ചാനലുകൾ ഡേ ആൻഡ് നൈറ്റ് 24 മണിക്കൂറും മുസ്ലിം വിരുദ്ധ കള്ളക്കഥകൾ പറഞ്ഞ് കേരളത്തിലെ പൊതുമണ്ഡലത്തിലേക്ക് മുസ്ലിം വിരുദ്ധ കാർബൺ പുറത്തേക്ക് തള്ളി ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തെ മുഴുവൻ തന്നെ ഇസ്ലാമോഫോബിയ അന്തരീക്ഷമാക്കി മാറ്റി. പക്ഷേ ഇവർക്കെതിരെ നടപടിയുണ്ടോ? ഇവർക്കെതിരെ അക്ഷരം മിണ്ടാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഈ പറഞ്ഞ സാജൻ മറുനാടനും ഉൾപ്പെടെ ABC ചാനൽ ഉൾപ്പെടെയുള്ള എത്രയോ ചാനലുകൾ 24 മണിക്കൂറും മുസ്ലിം ഇസ്ലാം വിദ്വേഷം വെച്ച് വിളമ്പി വിതരണം ചെയ്ത് ഈ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇസ്ലാമോഫോബിയയുടെ കാർബൺ കൊണ്ട് ഇസ്ലാമോഫോബിയയുടെ വലിയ അർത്ഥത്തെ ഗ്യാസ്മയമാക്കി അന്തരീക്ഷത്തെ മാറ്റിയെടുത്തില്ലേ? ഇത് ഈ കേരള ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിലല്ലേ മുസ്ലിങ്ങൾക്ക് അനർഹമായ അവകാശങ്ങൾ കൊടുത്തു എന്ന പേരിൽ ക്രിസംഗീതാലുകൾ പാലോളി കമ്മീഷന്റെ സച്ചാർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏതൊക്കെ സ്കോളർഷിപ്പുകൾ മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകിയപ്പോൾ അതിന് വലിയ ഇളക്കി വിട്ടു സംഘപരിവാർ ക്രിസംഗികൾ. അതേപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട് കള്ളപ്രചരണം നടത്തി. ഈ പ്രചരണങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. പക്ഷെ ഇതൊന്നും നെഞ്ചു നിവർത്തി കൃത്യമായി പറയാനോ അഡ്രസ് ചെയ്യാനോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്കോ സാധിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തെ ആരെങ്കിലും എന്തെങ്കിലും എന്ന് എഴുതിയാൽ അവർക്കെതിരെ കേസെടുക്കാൻ ഒരുപക്ഷെ മീഡിയ വന്നതിൽ വലിയ ഉറഞ്ഞുകൊള്ളുന്നു കണ്ടില്ലേ? സഖാക്കൾ, വിപ്ലവ സഖാക്കൾ, യുവ സഖാക്കൾ, DYFI. നാണമില്ലേ DYFIക്കാരാ നിങ്ങൾക്ക്? നാണമില്ല നിങ്ങൾക്ക്? DYFIക്കാർ വലിയ സമരം നടത്തിയിരിക്കുന്നു. എന്തിനാ സമരം നടത്തിയെന്നറിയോ? മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസിൽ സീതാവൂദിന്റെ തീവ്രവാദ ഭീകരവാദ വർത്തമാനത്തിനെതിൽ ഉറഞ്ഞു തുള്ളുകയാണ്. ഇവിടെ സാജനെ പോലുള്ള ആള്, സാജൻ മറുനാടിനെ പോലുള്ള ആളുകൾ, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ആളുകൾ, നാരദ ന്യൂസ് നടത്തുന്നവൻ, കർമ്മ ന്യൂസ് നടത്തുന്നവൻ, അങ്ങനെ വർഗീയ ചാനലുകൾ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ മീഡിയ വേണ്ട ഒറ്റ ചാനലാണ് പലപ്പോഴും ഈ സംഘപരിവാർ ശക്തികൾക്കെതിരിൽ അതേപോലെ ഇസ്ലാമോഫോബിക്കെതിരിൽ നിലകൊള്ളുന്ന ഒരേ ഒരു ചാനൽ അത് മാത്രമേ ഉള്ളൂ. അതിന്റെ മാനേജിംഗ് എഡിറ്ററെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ വലിയ സമരം സംഘടിപ്പിച്ചിരിക്കാൻ. എന്താ സമരത്തിൽ പറഞ്ഞ ന്യായം? എന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് സാമാന്യ ബുദ്ധിയില്ല. ഒരുതരം കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഒരുതരം മന്ദബുദ്ധികളായി മാറി. അതിൽ പറയുന്നത് സീതാവൂദ് പറയുന്നത് ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ തീവ്രവാദി ഭീകരവാദി എന്നൊക്കെയാണല്ലോ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. ഇവിടെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദി ഭീകരവാദി എന്ന ചാപ്പയാണല്ലോ മുസ്ലിങ്ങൾക്ക് നേരത്തെ UAPA അല്ലെങ്കിൽ നേരത്തെ ED അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രം സംവരണം ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോ ദാവൂദ് പറയുന്നുണ്ട്, ഈ രാജ്യത്തെ സംഘപരിവാർ കാലഘട്ടമാണ്, ഇസ്ലാമോഫോബിയ കാലഘട്ടം. മുസ്ലിങ്ങളെ കുറിച്ച്, മുസ്ലിം പെണ്ണുങ്ങളെ കുറിച്ച്, മുസ്ലിം കുടുംബങ്ങളെ കുറിച്ച്, ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും ഇതുപോലെ പച്ചക്കള്ളം നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തീവ്രവാദി ഭീകരവാദി എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. ഏതുപോലെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഭഗത് സിംഗ് ഈ രാജ്യത്ത് വലിയ സമര പോരാളിയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ വന്ന് ബോംബിടുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഭഗത് സിംഗ് തീവ്രവാദിയായിരുന്നു, ഭീകരവാദിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ അറിയണം, കോൺഗ്രസുകാരെ അറിയണം. ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും അബുൽ കലാം ആസാദും മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പൊന്നാനിയിലെ ആദി മുസ്ലിയാര്, അതേ
നമ്മളെ പോലുള്ള ധീര ദേശാഭിമാനികൾ, മലബാർ സമരം നടത്തിയ വ്യക്തികൾ, ഇവരെല്ലാവരും ബ്രിട്ടീഷുകാരും തീവ്രവാദി ഭീകരവാദിക്കായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ പോലും കമ്മ്യൂണിസ്റ്റുകാർ ഈ ഇന്ത്യ രാജ്യത്ത്, ഈ കേരളീയ ഗവൺമെന്റ് കേരളീയ സ്വാതന്ത്ര്യം പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജയിലുകളിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ തീവ്രവാദികളും ഭീകരവാദികളായിട്ട് വിളിച്ചിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച്, വി എസ് അച്യുതാനന്ദനെ കുറിച്ച്, നിങ്ങളുടെ സമരങ്ങളെ കുറിച്ച് ഭീകരവാദ ചാപ്പ ചുമത്തിയാണ് CPM പോലുള്ള ആളുകൾ നിങ്ങളെ വേട്ടയാടിയത്. അഥവാ കമ്മ്യൂണിസ്റ്റുകാരെ ഈ കേരളത്തിൽ പോലും തീവ്രവാദ ചാപ്പ് കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഭീകരവാദികളായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോഴാണ്, നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴാണ് നിങ്ങൾ പറയാൻ തുടങ്ങിയത് പുന്നപ്രയിലും വയലാറിലും അതുപോലെ തന്നെ ഈ കേരളത്തിന് മണ്ണിൽ നടത്തിയ കർഷക സമരങ്ങൾ, വിപ്ലവ സമരങ്ങളായിരുന്നു, പോരാളികളായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പോരാളികളായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോഴാണ്. നിങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പ് പുന്നപ്രയും വയലാറും അതുപോലെ സമരങ്ങളൊക്കെ ഭീകരവാദ സമരങ്ങൾ, തീവ്രവാദ ചാപ്പ് കുത്തിയിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റുകൾ പോലും നിങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. കമ്മ്യൂണിസ്റ്റ് ലോകം പോലും ഭീകരവാദികളായിരുന്നു. ഇപ്പോൾ സഖാക്കൾക്ക് അറിയില്ല. എന്നിട്ട് ഒരു കാലഘട്ടത്തിൽ സാമ്രാജ്യത്വവും മുതലാളിത്തം ഉപയോഗിച്ച ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഹിന്ദുത്വ ശക്തികൾ RSSകാർ ഉപയോഗിക്കുന്ന ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ വൊക്കാബുലറികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ മുസ്ലിം സമൂഹത്തെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വേട്ടയാടുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, നിങ്ങൾ അറിയണം. എന്നിട്ട് ഭഗത് സിംഗിനെ കുറിച്ച് സീതാവൂത് പറയുകയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് സമരം ചെയ്തതിന്റെ പേരിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഭഗത് സിംഗ് തീവ്രവാദി ഭീകരവാദിയാണ്. പക്ഷെ 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഭഗത് സിംഗ് ധീര പോരാളിയായി, ധീര രക്തസാക്ഷിയായി. അതുപോലെ സംഘപരിവാർ കാലഘട്ടം കഴിഞ്ഞാൽ, RSS ഭരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞാൽ RSSന് പൊരുതുന്ന ആളുകൾ ധീര വ്യക്തിത്വങ്ങളായി മാറുന്നത് പോലെ ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ധീര വ്യക്തിത്വങ്ങളായി മാറുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിമാനമുണ്ട്. ജമാഅത്തെ ഇസ്ലാം പിന്നെയും ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും പിന്നെയും ജമാഅത്തെ ഇസ്ലാമിയാണ്. മഴ പെയ്താൽ ജമാഅത്തെ ഇസ്ലാമി, മഴ പെയ്തില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, ചൂട് കൂടിയാൽ ജമാഅത്തെ ഇസ്ലാമി, എല്ലാത്തിനും ജമാഅത്തെ ഇസ്ലാമി. വയനാട് ദുരന്തം നടന്നപ്പോൾ അതിന്റെ പിന്നിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന്റെ പിന്നിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തിയവരാണ് ഈ കേരളത്തിലെ ഈ ഇസ്ലാമോഫോബിക്കുകൾ. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഭീകരവൽക്കരിച്ചുകൊണ്ട് സകല സമ്മേളനങ്ങളിലും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും ഗോവിന്ദ മാഷിന്റെ നാക്കിൽ നിന്നും എത്രയോ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദി തീവ്രവാദ ചാപ്പ കുത്തിയിട്ട് ഭീകരവൽക്കരിച്ച് ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനാണ് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളല്ലേ? ഈ പള്ളുരുത്തിയിലില്ലേ, കൊച്ചിയിലില്ലേ, ഫോർട്ട് കൊച്ചിയിലില്ലേ, എറണാകുളത്തിലില്ലേ? ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം കൊണ്ട് അവർ താമസിക്കുന്ന ചന്ദ്രനല്ല. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് ചൊവ്വയിലല്ല. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം പാതാളത്തിലല്ല. ഈ കേരളത്തിലാണ്, ഈ മലയാള മണ്ണിലാണ്, ഈ മലബാറിലാണ്, ഈ കേരളത്തിലെ മണ്ണിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ തീവ്രവാദ ഭീകരവാദ ചാപ്പകുത്തുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 80 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ ട്രാക്ക് റെക്കോർഡ് മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം ചോദിക്കുന്നു, കേരളത്തിൽ ഏതെങ്കിലും തീവ്രവാദ ഭീകരവാദത്തിന് പേര് ഒരു കേസ് തെളിയിക്കാൻ, ഒരു പെറ്റി കേസ് ഏതെങ്കിലും അങ്ങ് തിരുവനന്തപുരത്തെ പാറശാല മുതൽ കാസർഗോഡ് വരെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ അന്വേഷിക്ക്. ഇവിടുത്തെ IT വകുപ്പുണ്ടല്ലോ, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, NIA ഉണ്ടല്ലോ, ED ഉണ്ടല്ലോ, നിങ്ങളുടെ സകലമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ, ഒരു കൊച്ചു കേസ് തെളിയിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വെല്ലുവിളിക്കാൻ ഞങ്ങൾ. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? നിങ്ങൾ ആരുടെ പേര് സംസാരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് തെളിവില്ലാത്തതുകൊണ്ട് അപ്പൊ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. പ്രിയമുള്ളവരെ, ഞങ്ങൾ അഭിമാനപൂർവ്വം പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും നല്ല സമാധാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് അവാർഡ് കൊടുക്കാവോ നിങ്ങൾക്ക്? കേരളത്തിൽ ഏറ്റവും നല്ല മനുഷ്യസ്നേഹികളുടെ പ്രസ്ഥാനത്തിന് നിങ്ങൾ അവാർഡ് കൊടുക്കോ? കേരളത്തിൽ കലാപങ്ങൾ നടത്താത്ത, കൊലപാതകങ്ങൾ നടത്താത്ത, കഞ്ചാവ് കേസിൽ പ്രതികളാകാത്ത, ക്രിമിനൽ കേസിൽ പ്രതികളാകാത്ത, ഗുണ്ടകളില്ലാത്ത, കൊട്ടേഷൻ വർക്ക് ചെയ്യാത്ത, മനുഷ്യരെ കൊല്ലാത്ത, കലാപമില്ലാത്ത ചെയ്യാത്ത ഒരു പ്രസ്ഥാനത്തിന് അവാർഡ് കൊടുക്കുമെങ്കിൽ അതിൽ ആദ്യത്തെ അവാർഡ് കിട്ടിയ ജമാഅത്തെ ഇസ്ലാമിക്ക. കേരളത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനം ആരാന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയ. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യ മാനവിക പ്രസ്ഥാനമോ? ജമാഅത്തെ ഇസ്ലാമിയ. കേരളത്തിലെ ഏറ്റവും വലിയ സേവന പ്രസ്ഥാനമോ? ജമാഅത്തെ ഇസ്ലാമിയ. കേരളത്തിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രസ്ഥാനമോ? ജമാഅത്തെ ഇസ്ലാമിയ.
കേരളത്തിലുള്ള മതസൗഹാർദ്ദ പ്രസ്ഥാനോ ജമാഅത്ത് ഇസ്ലാമിയ. ജമാഅത്ത് ഇസ്ലാമിയുടെ മാനവികമായ കാരുണ്യ പ്രവർത്തനം ഏർപ്പെടുന്ന, സ്നേഹപ്രവർത്തനം ഏർപ്പെടുന്ന, ചാരിറ്റിയിൽ ഏർപ്പെടുന്ന ഏറ്റവും വലിയ മനുഷ്യ സ്നേഹികളുടെ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതിന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഒപ്പം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജി നൽകിയ സർട്ടിഫിക്കറ്റാണ് ജമാഅത്ത് ഇസ്ലാമി. നല്ല മനുഷ്യരുടെ പ്രസ്ഥാനമാണ്, പാവങ്ങളുടെ പ്രസ്ഥാനമാണ്. ഭിക്ഷയായിരിക്കുന്ന പാവങ്ങളല്ല. സത്യസന്ധമായി പ്രവർത്തിക്കണം, സത്യസന്ധമായി ജീവിക്കണമെന്ന് മനുഷ്യരോട് ഉപദേശിക്കുന്ന നല്ല മനുഷ്യരുടെ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധിജി മുതൽ ഈ കേരളത്തിന്റെയും ഇന്ത്യയിലും ഒക്കെ ചരിത്രത്തിൽ ജീവിച്ചുപോയ സകല മനുഷ്യ മഹത്തുക്കളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ജമാഅത്ത് ഇസ്ലാമി അംഗീകരിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ സുകുമാർ അഴീക്കോടിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ എം എൻ വിജയൻ മാഷെ പോലുള്ള ആളുകൾ, MP വീരേന്ദ്രകുമാറിനെ പോലുള്ള ആളുകൾ, ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ള ആളുകൾ, സി രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, ഇങ്ങനെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, സാമൂഹിക പ്രവർത്തകർ എല്ലാം ജമാഅത്ത് ഇസ്ലാമിയുമായി നല്ല ബന്ധം വെച്ച് പുലർത്തിയിട്ടുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ പോലും ഇതിനു മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? ദേശീയ നിലപാടുള്ള, അന്തർദേശീയ നിലപാടുള്ള, വായന, പഠനം, ചിന്തയും ബുദ്ധിയുമുള്ള പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് സാക്ഷാൽ പിണറായി വിജയൻ പോലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരെയാണ് പൊട്ടമൽക്കരിക്കുന്നത്? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാം മതരാഷ്ട്രവാദമുണ്ടോ എന്ന് നിങ്ങൾ ഷുഗർ നോക്കണാരി, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കണാരി എന്നുണ്ടല്ലോ. ഫാസ്റ്റിംഗ് ഷുഗർ കൊളസ്ട്രോൾ ഉണ്ടോ, മതരാഷ്ട്രവാദം ഉണ്ടോ, തീവ്രവാദമുണ്ടോ, ഭീകരവാദമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറെ ചാനല്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനങ്ങളുടെ സമ്പാദനങ്ങൾ കേൾക്കുന്നതോടെ ജനങ്ങൾക്ക് അനുബോധ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ CPM പറ്റിയ അബദ്ധം, വലിയ അബദ്ധത്തിന് CPM സഖാക്കളോടൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ CPM തിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ്. CPM നശിക്കാൻ ബംഗാളിൽ ഇല്ലാതായതുപോലെ, ത്രിപുര ഇല്ലാതായതുപോലെ, കേരളത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് അത് തന്നെയും യഥാർത്ഥ കോൺഗ്രസ് സ്ഥാനത്ത് ദുർബലമായത് മാത്രം കിട്ടി, അല്ലെങ്കിൽ അവിടെയും കിട്ടില്ല. മുസ്ലിം വോട്ടുകളെല്ലാം തന്നെ ഇത് CPM അകന്നുകൊണ്ടേയിരിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വയനാട് തെരഞ്ഞെടുപ്പുകൾ ഒന്നുകൂടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹം അവർ വലിയ പ്രയാസത്തിലും വലിയ സമരത്തിലുമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. സംഘപരിവാറിന്റെ ബുൾഡോസർ രാജ, ബുൾഡോസർ മാമ, ബുൾഡോസർ ദാദ, ഇങ്ങനെ ബുൾഡോസർ ഭരണകൂടം ഈ രാജ്യത്ത് ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ, അവരുടെ പള്ളികളെ, സമ്പന്നരെ, ബാബരി മസ്ജിദിനെ, ഗ്യാൻബാബിയെ, ഓരോ പള്ളിക്ക് അവർ ശിവലിംഗമുണ്ട്. അവിടെ കൃഷ്ണൻ ജനിച്ചു, ഇവിടെ രാമൻ ജനിച്ചു, ഇവിടെ ലിംഗമുണ്ട്, അവിടെ ഹനുമാന്റെ വാലുണ്ട്, ഇവിടെ ലുട്ടാപ്പിയുടെ കലയുണ്ട്, ലുട്ടാപ്പിയുടെ വാൽ ഇവിടെ, ഹനുമാന്റെ വാൽ അവിടെ, അല്ലെങ്കിൽ രാമന്റെ തല ഇവിടെ, സീതയുടെ സാരി അവിടെ, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കുന്ന വാനര സംഘങ്ങൾ, വർഗീയതയുടെ വാനര സംഘങ്ങൾ നാടുനീളെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരപ്പോ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നത് വലിയ CPM വലിയ നിങ്ങൾ ആരോ ഇവരെ കാണിക്കുന്നത്? നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകര് അവർക്ക് മാധ്യമങ്ങളുണ്ട്, അവർക്ക് മീഡിയകളുണ്ട്, അവർ നന്നായി വായിക്കുന്നവരാ, നല്ല ബുദ്ധിയുള്ളവരാ, നല്ല ചിന്തയുള്ളവരാ, അവർക്ക് ലോകത്തെ കുറിച്ചൊക്കെ നന്നായി പറയാറിയാം. പണ്ടൊക്കെ നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് വിശ്വസിക്കുന്ന കുറെ പാവങ്ങൾ ദേശാഭിമാനി വായിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടാവും. ഇന്ന് ദേശാഭിമാനിയേക്കാൾ സാമൂഹിക പ്രസ്ഥാനമുള്ള പത്രമാധ്യമങ്ങൾ ഇന്ന് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നുണ്ട്. നിങ്ങളുടെ കൈരളി പീപ്പിൾ ചാനൽ കാണുന്ന തലമുറയല്ലേ കേരളത്തിലുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോഴും, നിങ്ങൾ ലോക വാർത്തകൾ വായിക്കുമ്പോഴും അതിന്റെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം പറയാനും വിശദീകരിക്കാനും ശേഷിയുമുള്ള ഒരു സമൂഹം കേരളത്തിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ നുണയും കളവും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ പറ്റിയ കാലയളവല്ല സമകാലിക കേരളം. മുസ്ലിങ്ങൾക്ക് അവർ പ്രതിസന്ധിയിലാകാം, ഞങ്ങൾ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ഞങ്ങൾ ആത്മാഭിമാനമുള്ള സമൂഹമാണ്, ഇസ്സത്തുള്ള സമൂഹമാണ്. അതുകൊണ്ട് സംഘപരിവാറിന്റെ മുമ്പിൽ കീഴടങ്ങാത്തവരാണ് ഞങ്ങൾ. സംഘപരിവാറിന്റെ മുമ്പിൽ കീഴടങ്ങാത്തവരെ ക്രിസംഖികൾ മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കണം. നിങ്ങൾ സംഘപരിവാരെ പേടിക്കുകയാണ്, സഖാ പിണറായി EDയെ പേടിക്കുകയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് മോഡിയെ പേടിയാണ്, അമിത്ഷയെ പേടിയാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നെഞ്ചു നിവർത്തി നിൽക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ കളിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തസ്സും അഭിമാനവും പണയം വെക്കാൻ തയ്യാറാകാത്ത ഒരു സമൂഹമാണ്. എത്ര കലാപങ്ങൾ സംഘപരിവാർ നടത്തി, എത്രയോ കൊലവിളികൾ നടത്തി, ഞങ്ങൾ ആരും സംഘപരിവാറിന്റെ പിന്നാലെ പോയിട്ടില്ല, കൊണ്ടുപോകുകയുമില്ല. ക്രൈസ്തവ സമൂഹം പഠിക്കണം, ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം.
എത്രയോ കൊല്ലമായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യ രാജ്യത്ത് സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? ഈ എറണാകുളം ജില്ല, നമ്മുടെ ഈ പ്രദേശങ്ങളിൽ എത്രയോ മുസ്ലിം ക്രിസ്ത്യാനികളുണ്ട്. കത്തോലിക്ക സഭയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും എത്രയോ സഭകൾ കേരളത്തിനകത്തുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത് എനിക്ക് ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ ഇരിക്കുന്ന നമുക്കാർക്കും ഓർമ്മയില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സംഘടനമോ ഒരു പരസ്പര കലാപമോ ഈ കേരളത്തിൽ നടന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൽ എവിടെ നടന്നിട്ടില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരു പുഷ്ടമല്ല. പക്ഷെ എന്തുകൊണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹം മുനമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞുകൊണ്ട്, നാർക്കോട്ട് ജിഹാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ തെറി വിളിക്കുന്നത്, മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്നത്, മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുന്നത്? നിങ്ങൾക്ക് സംഘപരിവാര പേടിയാണ്. അത് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് അഭിമാനമില്ലെങ്കിൽ, അന്തസ്സില്ലെങ്കിൽ PC ജോർജിനെ നേതാവാക്കി ക്രിസ്ത്യൻ സഭ മുന്നോട്ട് പോകുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ സാംസ്കാരിക നിലവാരം എത്ര താഴ്ന്നു പോവുകയാണ്. PC ജോർജാണ് നിങ്ങളുടെ നേതാവ്, സാജൻ സക്രിയാണ് നിങ്ങളുടെ നേതാവ്. ക്രിസ്തീകളാണോ നിങ്ങൾ നയിക്കേണ്ടത്? ക്രിസ്ത്യാനികൾക്ക് ഈ കേരളത്തിലൊരു ഇന്ത്യക്കകത്തൊരു പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസം കൊടുത്തവരാണ്, ഈ രാജ്യത്ത് ആദ്യരാജ്യങ്ങൾ കൊണ്ടുവന്നവരാണ്, ഈ രാജ്യത്ത് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി പുരോഗതി പ്രാപിച്ച ഒരു അന്തസ്സുള്ള സമൂഹമാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ സംഘപരിവാർ നിങ്ങളെ വേട്ടയാടുന്നു. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. കഴിഞ്ഞ 1.5 വർഷമായി മണിപ്പൂരിൽ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആരെ വേട്ടയാടുന്നത്? RSS അല്ലേ? മണിപ്പൂർ ഗവൺമെന്റിന്റെ കൈകളിലെ പോലീസിന്റെ കൈകളിലുള്ള റൈഫിളും അവരുടെ കൈകളിലെ ബോംബുകളും അവരുടെ AK-47 മെയ്ത്തികളുടെ കൈകളിലുള്ളത്. അഥവാ മണിപ്പൂർ ഗവൺമെന്റ് പോലീസ് അവരെ തോക്കും, അവർ ഉണ്ടയും അവർ റിവോൾവറും ഒക്കെ അവരുടെ RSSകാരായ മെയ്ത്തികൾ കൊടുക്കുക. എത്രയോ ക്രിസ്ത്യാനികളായ കുക്കികളായ സഹോദരന്മാരെ വേട്ടയാടി പരസ്യമായി നമ്മൾ കണ്ടതല്ലേ? ഈ രാജ്യത്തിന് പ്രധാനമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയോ? മണിപ്പൂർ എന്നൊരു വാക്ക് എവിടെയും പറഞ്ഞോ? അതിനെതിരെ പ്രതിഷേധിക്കാൻ ഈ ഇന്ത്യ രാജ്യത്ത് എത്രയോ സ്ഥലം കഴിഞ്ഞ സംഘപരിവാര കാലഘട്ടത്തിൽ 2014 മുതൽ 2024 വരെ 10 വർഷമായി സംഘപരിവാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറി. ഈ സംഘപരിവാര കാലഘട്ടത്തിൽ മിസോറാമില്, മണിപ്പൂരില്, നാഗ്പൂരില്, കാൺപൂരില്, ഗ്വാളിയോറില്, മഹാരാഷ്ട്രയില്, ബാംഗ്ലൂരില്, വളവണ്ണയില് എത്രയോ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. എത്രയോ ക്രിസ്ത്യൻ മിഷണറികളെ അടിച്ചോടിച്ചു. ക്രിസ്ത്യാനികളെ എത്രയോ ചർച്ചയും പള്ളികളും. ഈ അടുത്ത ദിവസങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, കേക്ക് മുറിക്കാൻ പാടില്ല, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പാടില്ല, ക്രിസ്മസ് കാർഡ് പോലും പാടില്ല, ക്രിസ്മസ് എന്ന ആഘോഷം പോലും നിരോധിക്കണം, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല. ഇങ്ങനെ സംഘപരിവാർ പ്രവൃത്തികൾ രാജ്യത്തൊട്ടാകെ ക്രിസ്ത്യാനികളെ വേട്ടയാടുമ്പോഴും ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്ക് സംഘപരിവാരെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടാവില്ല, അതിന് നെഞ്ചു നിൽക്കാൻ ധൈര്യമുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നിങ്ങൾ ചതിയുടെ രാഷ്ട്രീയം എടുക്കരുത്. സംഘപരിവാരെ പ്രീതിപ്പെടുത്തി അവർക്ക് മുട്ടുകുത്തി, ദൈവത്തിന് മുട്ടുകുത്തിയവർ സംഘപരിവാരെ മുട്ടുകുത്തി, മുട്ടുസേവ നടത്തി, കുംഭസാരം നടത്തി. RSS കുംഭസാരം നടത്തിക്കൊണ്ട് അടിയറ വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തെറിപറിയാൻ സംഘപരിവാര കൊട്ടേഷൻ എടുക്കുന്ന രാഷ്ട്രീയം, അതാണ് യഥാർത്ഥ തരത്തിൽ ക്രിസ്ത്യനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്ക് അപമാനമാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമുള്ള സമൂഹമാണ് ഞങ്ങൾ. സംഘപരിവാറിന് മുമ്പിലല്ല, അതിനു മുമ്പും ചരിത്രത്തിൽ ഒരുപാട് 2024 കൃത്യമായി 100 വർഷം മുമ്പ് 1920കളിൽ മലബാറിന്റെ മണ്ണിൽ സാക്ഷാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ധീരമായി ഏറ്റുമുട്ടിയ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? പ്ലാസിയുടെ മണ്ണിൽ ബ്രിട്ടീഷുകാർ ഏറ്റുമുട്ടിയത് ആരാണ്? 1857 ബാലാക്കോട്ടിന്റെ മണ്ണിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ആരാണ്? മീററ്റിൽ 1857 സമരം തുടങ്ങിയത് ആരാണ്? ഫത്തേപൂർ സിക്രിയിൽ, ഹൈദരാബാദിൽ, മൈസൂരിൽ ടിപ്പു സുൽത്താൻ പോരാട്ടം ആർക്കെതിരാണ്? ഹൈദർ അലി പോരാടിയത് ആർക്കെതിരാണ്? മലബാറിന്റെ മണ്ണിൽ സാക്ഷാൽ വാരികുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാര്, വെളിയംകുട്ടി ഉമ്മർഖാലി, മലബാറിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ മണ്ണിൽ, മലപ്പുറത്ത് മഞ്ചേരിയില്, ചേറൂര്, പൂക്കോട്ടൂര്, മണ്ണാർക്കാട്, ഫറൂഖ് പാലത്തിന്, കുറ്റിപ്പുറം പാലത്തിനിടയിൽ 10,000 രക്തസാക്ഷികൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്ക് അപ്പം കൊടുത്ത് അവർ അധികാരത്തിന് സുഖം വാഴുമ്പോൾ ധീരമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ഈ ഇന്ത്യ രാജ്യത്ത് നടത്തിയത് ആരാണ്? നിങ്ങൾക്കറിയുമോ? രാജ്യത്തിന് സ്വാതന്ത്ര്യ സമര പോരാളികൾ 90,000 ആളുകൾ പേരുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ 90,000-ൽ 60,000 പേരുകൾ മുസ്ലിം പേരുകൾ
ശക്തികളാണ്. ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹം ആത്മാഭിമാനമുള്ള സമൂഹമാണ്. ബ്രിട്ടീഷുകാർ മുമ്പിൽ അങ്ങനെ കീഴടങ്ങിയിട്ടില്ല, മുട്ടുവരച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർക്ക് മുമ്പിലില്ല. ലോക ചരിത്രത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളോടും ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യമാണ്. ഇസ്രയേലിനോട്, അമേരിക്കയോട്, പഴയ സോവിയറ്റ് ചെമ്പടയോട്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട്, ഫറങ്കികളോട്, ഇറ്റാലിയൻ സാമ്രാജ്യത്തോട്, ഡച്ചുകാരോട്, സ്പാനിഷ്കാരോട്, നേരത്തെ റോമക്കാരോട്, പേർഷ്യക്കാരോട്, ബൈസന്റൈൻകാരോട്, ചരിത്രത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളും, ഇപ്പോഴത്തെ അമേരിക്ക മാത്രമല്ല, ഇന്ന് അമേരിക്കയാണ്, അതിനുമുമ്പ് ബ്രിട്ടനാണ്, അതിനുമുമ്പ് ഫ്രാൻസാണ്, ഫ്രഞ്ചാണ്, ഇറ്റലിയാണ്, അതിനുമുമ്പ് റോമയാണ്, പേർഷ്യയാണ്. ചരിത്രത്തിലെ എല്ലാ അധർമ്മങ്ങളോട് ഏറ്റുമുട്ടിയ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അനീതിയുടെ കൂടെ, അധർമ്മത്തിന് കൂടെ, അധിനിവേശത്തിന് കൂടെ, അക്രമത്തിന് കൂടെ ഇസ്ലാമിക സമൂഹം ഒരിക്കലും നിലകൊള്ളുകയില്ല. അധർമ്മത്തിന് മുന്നിൽ ഞങ്ങൾ നമസ്കരിച്ചിട്ട് വരുന്നവരാ. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമസ്കരിക്കുക അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതെ, നിരന്തരമായി ഈ ലോകത്ത് ഞങ്ങൾക്ക് വരുന്ന ദൈവമാണ്, അല്ലാഹുവാണ് വരുന്നത്. നരേന്ദ്രമോദി ഞങ്ങൾക്ക് വലുതല്ല, RSS ഞങ്ങൾക്ക് വലുതല്ല, അമേരിക്ക ഞങ്ങൾക്ക് വലുതല്ല, ഇസ്രയേൽ ഞങ്ങൾക്ക് വലുതല്ല എന്നതുകൊണ്ടല്ലേ ഫലസ്തീനികൾ ഹമാസ് ഇന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ സാമ്രാജ്യത്വ ശക്തികളെ, സിയോണിസ്റ്റ് ശക്തികളെ, ഫാസിസ്റ്റ് ശക്തികളെ, സകലമാന ധർമ്മങ്ങൾ, മദ്യപാനികൾ, മദ്യം, വ്യഭിചാരം, ചൂതാട്ടം, ഗാംബ്ലിംഗ്, എല്ലാ ചൂതാട്ടങ്ങളും, എല്ലാ സിനിമകളും ഇസ്രയേൽ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തെ മദ്യ വ്യവസായികൾ, ലോകത്തെ സെക്സ് ടൂറിസ്റ്റുകൾ, ലോകത്തെ എല്ലാ ഗാംബ്ലിംഗ് ചൂതാട്ട സംവിധാനങ്ങൾ, ലോകത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള ചുവന്ന തെരുവുകളും മഞ്ഞ തെരുവുകളും സൃഷ്ടിക്കുന്നവർ, ലോകത്തെ സകലമായ തിന്മകളും ഇസ്ലാമിക സഭ ചെറുത്തിട്ടുണ്ട്, മുസ്ലിങ്ങൾ ചെറുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളായത്, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭീകരവാദികൾ. അല്ല, മുസ്ലിങ്ങൾ ലോകത്ത്, പ്രിയമുള്ളവരെ, ലോകത്ത് ആയുധമുണ്ടാക്കുന്നവരാ, ലോകത്ത് ഭീകരവാദി, തീവ്രവാദി. പ്രിയമുള്ള ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ബോംബുണ്ടാക്കുന്നവരാ? ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നവരാ? ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നവരാ? ഫോസ്ഫറസ് ബോംബ് ഉണ്ടാക്കുന്നവരാ? കാർപ്പറ്റ് ബോംബ് ഉണ്ടാക്കുന്നവരാ? ലോകത്ത് ബോംബുകൾ എവിടെയാണ്? ബോംബ് സൗദി അറേബ്യയിലാണോ, UAE-യിലാണോ, ഖത്തറിലാണോ, കുവൈറ്റിലാണോ? ബോംബുകൾ അമേരിക്കയിലാണ്. ബോംബ് ഉണ്ടാക്കുന്ന അമേരിക്കയാണ്, ബോംബ് ഉണ്ടാക്കുന്ന ബ്രിട്ടീഷുകാരാണ്, ബോംബ് ഉണ്ടാക്കുന്ന ഫ്രഞ്ചുകാരാണ്. ഇസ്രയേലിന്റെ രാജ്യം ബോംബുകൾ ഉണ്ടാക്കുക, ബോംബുകളുടെ കൂമ്പാരമാണ് ഇസ്രയേൽ. അവിടെ മനുഷ്യരില്ല, ബോംബുകളേ ഉള്ളൂ. ആയുധ കൂമ്പാരമാണ് ഇസ്രയേൽ. ലോകത്ത് ആയുധം വിറ്റ്, ആയുധം വളർത്തി, അങ്ങനെ ലോകത്താകമാനം ഭീകരായുധങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇസ്രയേലിലാണ്. ആയുധ കച്ചവടക്കാർ അമേരിക്കക്കാരാണ്. ലോകത്ത് ആയുധ സപ്ലൈ ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. ഒന്നാം ലോക മഹായുദ്ധം അവരാണ് നടത്തിയത്, രണ്ടാം ലോക മഹായുദ്ധം നടത്തിയത് അവരാണ്. ലോകത്തെ ഭീകരവാദികൾ അമേരിക്കയാണ്, ബ്രിട്ടീഷുകാരാണ്. അവരുടെ സാമ്രാജ്യത്വം, അവരുടെ അധിനിവേശം, അവരുടെ കൊളോണിയൽ ശക്തികൾ, അവരാണ് ലോകത്തെ ഭീകര ശക്തികൾ. പക്ഷെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അവരെ ചെറുക്കുന്നു, മുസ്ലിങ്ങൾ അവരെ എതിർക്കുന്നു? മുസ്ലിങ്ങൾ ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കുകയില്ല. ഇന്ന് നിങ്ങൾ മുസ്ലിം ഭീകരവാദ കഥ പറയണ്ടല്ലോ. നിങ്ങൾ മുസ്ലിം നാടുകൾ ചെന്ന് നോക്ക്. സൗദി അറേബ്യയിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുന്നത്, ഈ കേരളമായി ജീവിക്കുന്നത് അറബ് രാജ്യങ്ങളിലെ ദിർഹം കൊണ്ടും ദീനാറ് കൊണ്ടും റിയാല് കൊണ്ടുമല്ലേ? അവിടെ ഏതെങ്കിലും ഒട്ടകത്തെ കൊല്ലുന്നവരോ, ഒട്ടകത്തിന് മനുഷ്യരെ കൊല്ലുന്നുണ്ടോ? ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ എത്ര മനുഷ്യരെ കൊന്നു? അല്ലാഹു വിളിച്ചുകൊണ്ട് സൗദിയിലോ, UAE-യിലോ, ഖത്തറിലോ, കുവൈറ്റിലോ, ബഹ്റൈനിലോ, ഒമാനിലോ ആരെങ്കിലും കൊല്ലുന്നുണ്ടോ പ്രിയമുള്ളവരെ? ആൾക്കൂട്ട കൊലപാതകമുണ്ടോ പ്രിയമുള്ളവരെ? ലോകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അവര്? ലോകത്തെ ഏറ്റവും സമാധാനമുള്ള നാട് ഏതാണ്? ലോകത്തെ ഏറ്റവും സേഫ്റ്റിയുള്ള നാട് ഏതാണ്? സ്ത്രീകൾക്ക് സുരക്ഷയുള്ള നാട് ഏതാണ്? ലോകത്തെ ഏറ്റവും മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്ന നാട് ഏതാണ്? അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ, ലോകത്തെ സിയോണിസ്റ്റ് ശക്തികൾ, ലോകത്തെ ഫാസിസ്റ്റ് ശക്തികൾ, അവരാണ് ലോകത്തെ സകലമായ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ അവർ ഇസ്ലാമിനെ, മുസ്ലിങ്ങളെയും ഭീകരവാദ ചാപ്പകുത്തി തെറ്റിദ്ധരിപ്പിക്കുക. അവിടെയാണ് ഇസ്ലാമിക ചരിത്ര സമൂഹത്തിന്റെ ശോഭനമായ ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇത്തരം നിരന്തരമായ ഇത്തരത്തിൽ സാമ്രാജ്യത്വ, സിയോണിസ്റ്റ്, ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരുള്ള നിരന്തരമായ സമരങ്ങൾ. ഈ സമരങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എവിടെ നിൽക്കണം? സഖാക്കളെ നിങ്ങൾ എവിടെ നിൽക്കണം? നിങ്ങളെ ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ദുർബലപ്പെട്ടു. സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിട്ടോ? കംബോഡിയയിൽ, ചൈനയിൽ, യുഗോസ്ലാവിയയിൽ, ചെക്കോസ്ലാവിക്കയിൽ, അർമേനിയയിൽ, പോളണ്ടിൽ, ചെക്കോസ്ലാവിക്കയിൽ,
ലോകത്ത് എവിടെ കമ്മ്യൂണിസ്റ്റ്, ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടായിരുന്നു അതൊക്കെ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയില്ല. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ ദുർബലപ്പെട്ട കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട പെറുവിലും നിക്കരാഗ്വയിലും അർജന്റീനയിലും ഒക്കെ ഒറ്റപ്പെട്ട അധികാരികൾ സോഷ്യലിസ്റ്റ് പറയാന്നല്ലാതെ ലോകത്ത് സോഷ്യലിസ്റ്റ് ചേരിയുന്നത് കമ്മ്യൂണിസ്റ്റ് ചേരിയുന്നത് ലോകത്ത് എവിടെയില്ല. മുസ്ലിം നാടുകളിലും ഒരു കാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ഇന്തോനേഷ്യ PKS എന്ന് പറയുന്ന പാർട്ടി ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ അസർബൈജാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും ചെച്നിയ, കസാക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രദേശങ്ങളായി നിങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതല്ലാതെ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞു. ഉസ്ബെക്കിസ്ഥാൻ കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞു, താജിക്കിസ്ഥാൻ വലിച്ചെറിഞ്ഞു, കുർദിസ്ഥാൻ വലിച്ചെറിഞ്ഞു, തുർക്കുമാനിസ്ഥാൻ വലിച്ചെറിഞ്ഞു. കമ്മ്യൂണിസം മുസ്ലിം ലോകം ഒഴിവാക്കി. നിങ്ങൾക്ക് അതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഏറ്റവും ഉദ്ദേശം. ഫലസ്തീന മണ്ണിൽ ഒരു കാലഘട്ടത്തിൽ PFLP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർ പോലും ദുർബലപ്പെട്ടു. അവർ ഹമാസിന്റെ പിന്നാലെയാണ്, ഹമാസിന് കൂടെ നിൽക്കുകയാണ്. ഫലസ്തീനിലെ കമ്മ്യൂണിസ്റ്റുകാർ ദുർബലപ്പെട്ടുപോയി. ഈജിപ്തിലെ ജമാലത്ത് നാസർ ദുർബലപ്പെട്ടുപോയി. സദ്ദാം ഹുസൈൻ പോലും ജീവിത സായാഹ്നത്തിൽ സോഷ്യലിസം ഉപേക്ഷിച്ചു. ഇഷ്തിറാക്കിയ ഡെമോക്രാസിയ നിന്നും ഇഷ്തിറാക്കി ഒഴിവാക്കി. അല്ലാഹു അക്ബർ വിളിച്ചു പറയട്ടെ. സദ്ദാം ഹുസൈൻ പോലും മരിച്ചത്. ഞാൻ പറഞ്ഞത് ഈജിപ്തിന്റെ മണ്ണിൽ, സിറിയയുടെ മണ്ണിൽ, ഇപ്പോഴത്തെ അധികാരമായി സിറിയയുടെ മണ്ണിൽ 50 കൊല്ലമായി ഏകാധിപതികളാ. അവരെ സപ്പോർട്ട് ചെയ്യും ദേശാഭിമാനി കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾക്ക് ലോക രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം? സാർവദേശീയ രാഷ്ട്രീയങ്ങളിൽ മുസ്ലിം നാട് ഏകാധിപത്യ നിങ്ങളാളുകളായിരുന്നു. മുഅമ്മർ ഗദ്ദാഫി സോഷ്യലിസ്റ്റ് ആയിരുന്നു, ജമാൽ അബ്ദുൽ നാസർ സോഷ്യലിസ്റ്റ് ആയിരുന്നു, സദ്ദാം ഹുസൈൻ കാലഘട്ട സോഷ്യലിസ്റ്റ് ആയിരുന്നു, ഈ ഹാഫിസും ബഷാറും സോഷ്യലിസ്റ്റ് ആയിരുന്നു. അവരെല്ലാം ജനങ്ങൾ വലിച്ചെറിഞ്ഞു. ഏകാധിപതികളായിരുന്നു, ക്രൂരന്മാരായിരുന്നു. അതൊരു കമ്മ്യൂണിസം മുസ്ലിം നാടുകളിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു. അവിടെ നിങ്ങൾക്ക് ആരാ വളർന്നു വന്നത്? അവിടെ ഇസ്ലാമിക പ്രസ്ഥാനം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തെ പേടി. മുസ്ലിം ആളുകൾ, ചെറുപ്പക്കാർ, ഇന്ന് സഖാക്കള്, കമ്മ്യൂണിസ്റ്റുകാർ, മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസമുള്ളവർ, വായിക്കുന്നവർ, പഠിക്കുന്നവർ, അവരൊന്നും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലുള്ളത്. ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയിലും അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ, സുന്നി പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ കൂടാൻ മുസ്ലിം സമുദായ വിദ്യാഭ്യാസം അറിവുള്ള ആളുകൾ കിട്ടുന്നില്ലെന്ന്. മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസമുള്ളവരെ, പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരെ ഇത് പാർട്ടിയിൽ കൊണ്ടുപിടിക്കാൻ കിട്ടുകയില്ല. അവിടെയാണ് ഇവർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ കടുത്ത വിരോധം. ജമാഅത്ത് ഇസ്ലാമി സൃഷ്ടിക്കുന്ന സത്യസന്ധമായ സമര പോരാട്ടങ്ങളിലൂടെ ഈ രാജ്യത്തെ ജനമനസ്സുകളെ ആകർഷിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം കാപ്പറ്റ അജണ്ടകൾ തുറന്നു കാണിക്കാൻ കഴിയുന്ന ഒരുപാട് മാധ്യമ, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായ സംവാദത്തിന് ശേഷി ഇടതുപക്ഷത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം ജമാഅത്ത് ഇസ്ലാമി, പിന്നീട് ജമാഅത്ത് ഇസ്ലാമി, അതും ജമാഅത്ത് ഇസ്ലാമി, ഇതും ജമാഅത്ത് ഇസ്ലാമി എന്നാണ്. ഒരു ജമാഅത്ത് ഇസ്ലാമി ഹാസ് ഹിസ്റ്റീരിയ ബാധിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മാസ് ഹിസ്റ്റീരിയ ബാധിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന മാനസിക രോഗം ഇത് CPM നേതാക്കന്മാരെ ബാധിച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇടതുപക്ഷത്തെ കൊണ്ടേ പോകൂ, ഇത് ഇടതുപക്ഷത്തെ നശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് സംഘപരിവാറിന് അനുകൂലമായി ഇസ്ലാമോഫോബി സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് നിങ്ങൾ. ആ അർത്ഥത്തിൽ നിങ്ങൾ രാഷ്ട്രീയമായി തിരുത്താൻ, നിലപാടുകൾ തിരുത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ചതെന്തോ, ത്രിപുരയിൽ സംഭവിച്ചതെന്തോ അത് കേരളത്തിൽ സംഭവിക്കുന്നതോടെ ലോകത്തെവിടെയും ഇല്ലാത്ത സൂര്യൻ ലോകത്ത് അസ്തമിച്ചു പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മനസ്സിലാക്കണം. ഞാൻ ഈ പ്രസംഗിച്ചൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗമല്ല, ഇടതുപക്ഷ വിരുദ്ധ പ്രസംഗമല്ല നമ്മൾ നടത്തിയത്. ഇത് മുഴുവൻ സംഘപരിവാര വിരുദ്ധ പ്രഭാഷണമാണ്. ഇത് സാമ്രാജ്യത്വ സിയോണിസ്റ്റ് സംഘപരിവാര വിരുദ്ധ സമരമാണ് ഞങ്ങൾ നയിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നത് സംഘപരിവാര അനുകൂലമായി സോഫ്റ്റ്വെയർ സമീപനം സ്വീകരിക്കുന്നു. സംഘപരിവാര ഇരകളായ മുസ്ലിങ്ങളെ കൂടെ നിൽക്കാൻ ഇസ്ലാമോഫോബിയയിൽ നിങ്ങളും പങ്കാളികളാകുന്നു. അവർ കത്തിക്കുന്ന ആ ഇസ്ലാമോഫോബിയ തീയിലേക്ക് നിങ്ങൾ എണ്ണയൊഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാര വിട്ടുപണി ചെയ്യുന്നു എന്നതാണ് ഞങ്ങളുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.